പിന്നെ ഈ ഓഫീസ് സ്റ്റാഫുകൾ അവരെ മർദ്ദിച്ചത്, അവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒത്തുതീർപ്പോടുകൂടി ഒരു മന്ത്രിക്കെതിരെ ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമോ കുടുംബകാര്യമായോ മാത്രം നമുക്കതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഗാർഹിക പീഡനം ഉൾപ്പെടെ യുവതിയെ മർദ്ദിക്കൽ ഉൾപ്പെടെ ഉള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിലൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു മന്ത്രിയല്ലേ, ഇതിനൊക്കെ ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അല്ലാണ്ട് അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ പ്രശ്നം തീർത്തു എന്ന് പറയുന്നത് കൊണ്ട് തീരുന്നൊരു കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിയുടെ രാജി നേരത്തെ ആവശ്യപ്പെട്ടത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി അടക്കമുള്ള സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയതാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. ഇത് നമ്മളറിയേണ്ട കാര്യമില്ല. ഒത്തുതീർപ്പ് അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് നിയമപരമായ തെറ്റായ കാര്യമാണ്, അധാർമികമായ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ധാരാളം നിയമപ്രശ്നങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അതും ആരാണ്? കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രിക്കെതിരായിട്ടാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതങ്ങനെ ഫോണിൽ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ തീർത്തു എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന്റെ പ്രതിഷേധത്തോടുകൂടി അവസാനിക്കുമോ? അതെങ്ങനെ അവസാനിക്കുന്നത്? അതെങ്ങനെ അവസാനിക്കും? ആ പ്രതിഷേധം തുടരുമല്ലോ. അത് അവസാനിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് 112 വിളിച്ചു പറഞ്ഞ് സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് വന്നു. പക്ഷെ പോലീസ് അപ്പോൾ അവിടെ തിരിച്ചു പോയി. അപ്പോൾ പോലീസിന് തിരിച്ചു പോകാൻ ആര് പറഞ്ഞു? ഇത്തരം നിരവധി കാര്യങ്ങൾ ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ ഉള്ളത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഇത്തരം ഒരു ഈ രീതിയിൽ ഒരു അവൈധ ബന്ധത്തിൽ കൂട്ടുനിൽക്കുന്ന നിയമപരമായിട്ടൊരു വസ്തു തന്നെ. അതല്ല ഇതിനകത്ത്. അത് ഞാൻ പറഞ്ഞു, ധാരാളം നിയമപ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ അവർ വ്യക്തിപരമായ കാര്യം. അതിൽ അന്തർലീനമായിട്ടുള്ള നിയമപരവും ധാർമ്മികവുമായ കാര്യങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ. സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ, അങ്ങനെ കേസ് ജയിച്ച് മായ്ച്ചു കളയാൻ കഴിയുമോ? ഈ സാറേ, ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പൊ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിലും പരാതി മുഖ്യമന്ത്രി തന്നെ എഴുതി വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ വിദേശത്തുനിന്നടക്കം പരാതി മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ച് നടപടി എടുത്തു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എല്ലാം ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും മറുപടി പറയേണ്ട കാര്യമാണ്. ഇവരൊക്കെ ഇത്രയും കാലം പറഞ്ഞിരുന്നതിന് വ്യത്യസ്തമായ നിലപാട് ഇവിടെ എടുക്കുകയല്ലേ. ഏതായാലും മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ UDF കാലത്ത് ഇത്ര ആരോപണം ഉണ്ടായപ്പോൾ UDF മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു സ്ഥിരം ഹാബിച്വൽ കുറ്റവാളിയാണ് ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ അങ്ങനെ ആർക്കും വിധി എഴുതാനൊന്നും തയ്യാറാവുന്നില്ല. അന്ന് ഉമ്മൻചാണ്ടി രാജി എഴുതി വെച്ചതും സമാനമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ സ്പാർക്ക് DA വിവാദത്തിൽ ഇപ്പോ ലംഘനം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതികരണം? ഹൈക്കോടതിയുടെ വിധിന്യായം മുഴുവൻ കിട്ടിയിട്ടില്ല, അത് വായിക്കട്ടെ. ഏതായാലും ഞങ്ങൾ അതിന് മേൽക്കോടതിയിൽ അപ്പീലായി പോകും. ഡിവിഷൻ ബെഞ്ചിലേക്ക് ഞങ്ങൾ അപ്പീലുമായിട്ട് പോകും. അത് സുപ്രീം കോടതിയിലെ നിരവധി വിധികളുണ്ട്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അതിന് കോടതി തടയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. താൽക്കാലികമായി തടഞ്ഞു. ഇപ്പം വിശദമായ വാദം കേട്ടിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കോടതി തീരുമാനിക്കാതിരിക്കുകയാണ് നല്ല ഭരണമാണോ അല്ലയോ എന്നുള്ള. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഞങ്ങൾ സുപ്രീം കോടതിയാണ്, ഡിവിഷൻ ബെഞ്ചിൽ. ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. അത് ഡിവിഷൻ ബെഞ്ചിലേക്ക്
ആ അപ്പീൽ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ ഒരു 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും തടസ്സം ഇപ്പൊ ചില മണ്ഡലങ്ങൾ ഇപ്പൊ നേരത്തെ ഈ സിറ്റിംഗ് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു അവസാനഘട്ട ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം ഒരു പ്രശ്നമില്ലാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.